വളാഞ്ചേരിയിൽ 2 കുട്ടികളടക്കം 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വളാഞ്ചേരി വൈക്കത്തൂർ 9 വയസ്സുകാരിക്ക് തെരുവുനായയുടെ കടിയേറ്റ് പരിക്ക് പറ്റി. വളാഞ്ചേരി വൈക്കത്തൂർ പച്ചിരി സ്കൂളിന് സമീപം മനക്കലക്കാട്ടിൽ സുരേഷ് ബാബുവിന്റെ മകൾ അഞ്ജുഷയ്ക്കാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ സ്കൂൾ വിട്ടുവന്ന് വീടിന്റെ മുറ്റത്ത് കളിക്കുന്നതിനിടയിൽ തെരുവുനായയുടെ കടിയേറ്റത്. കുട്ടിയെ കടിച്ചയുടനെ കുട്ടി ബഹളം വെച്ചതോടെ പ്രദേശവാസികൾ നായയെ ഓടിക്കുകയായിരുന്നു. തുടർന്ന് നായ വൈക്കത്തൂർ ഭാഗത്തേക്ക് ഓടുകയും വീട്ടിലെ വളർത്തുനായയെ കടിക്കുകയും ചെയ്തു. നാട്ടുകാർ ചേർന്ന് നായയെ പിന്തുടർന്നെങ്കിലും പിന്നീട് നായയെ കണ്ടെത്താനായില്ല. ഇതോടെ പ്രദേശത്തെ ആളുകൾ പരിഭ്രാന്തിയിലാണ്. കടിയേറ്റ കുട്ടിയെ തിരൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് 5:30ഓടെ പട്ടാമ്പി റോഡ് നിസാർ ഹോസ്പിറ്റലിന് മുൻവശത്തെ റോഡിന്റെ ഫുട്പാത്തിലൂടെ നടന്നു പോവുകയായിരുന്ന കാട്ടിപ്പരുത്തി സ്വദേശി അടിക്കാട്ടുപറമ്പിൽ ജിഷ്ണുവിന്റെ പുറകിൽ വന്ന തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. കാലിനാണ് ജിഷ്ണുവിന് കടിയേറ്റത്. ഇയാളെ തിരൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 മണിയോടെ കരിങ്കലത്താണിയിൽ വെച്ച് മൂച്ചിക്കൽ ദ്വീപ് ആശാവർക്കർ ലീലയുടെ ഭർത്താവ് ഇല്ലപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ നടന്നു പോകുന്നതിനിടയിൽ പുറകിൽ വന്ന തെരുവുനായ കാലിൽ കടിക്കുകയായിരുന്നു. ഇയാളെ ആദ്യം തിരൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കാവുംപുറത്ത് വീടിന്റെ മുറ്റത്ത് കളിക്കുകയായിരുന്ന 4 വയസ്സുകാരിക്ക് തെരുവുനായയുടെ കടിയേറ്റു. പരിക്ക് പറ്റിയ കുട്ടിയെ തിരൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടിച്ച നായയെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതിൽ ജനങ്ങൾ ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക് D4 ന്യൂസ്. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിംഗ് ഡെസ്റ്റിനേഷൻ എമാക്സ് വെഡിംഗ് സെന്റർ, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി, ഓൾസുവാഡ്, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.